മണിപ്പൂരിനെ ഓർത്ത് നിലവിളിച്ചവരുടെ ശബ്ദം കേൾക്കാനില്ല. ഛത്തീസ്ഗഡിലേക്ക് ആദ്യമെത്താനായി മത്സരിച്ചവരെ കാണാനുമില്ല. എന്തേ കേരളത്തിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ ശബ്ദിക്കാതിരിക്കുന്നത്, അനങ്ങാതിരിക്കുന്നത്, കണ്ടില്ല എന്ന് നടിക്കുന്നത്? വോട്ട് ബാങ്കിനെ ഭയന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കണം, കാശ്മീരി പണ്ഡിറ്റുകൾക്ക് സംഭവിച്ചതും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷം ആക്രമിക്കപ്പെട്ടതും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളും നൈജീരിയയിൽ സംഭവിക്കുന്ന വംശഹത്യകളും നമുക്ക് നൽകുന്ന സൂചനകൾ. നാളെ നമ്മളും ആക്രമിക്കപ്പെടും. കൈവെട്ടിയപ്പോഴും, നിർമ്മല കോളേജിൽ പ്രാർത്ഥനാമുറി ആവശ്യപ്പെട്ടപ്പോഴും, വിശുദ്ധ ബൈബിൾ കത്തിച്ചപ്പോഴും, വൈദികരെ പള്ളിമുറ്റത്ത് ആക്രമിച്ചപ്പോഴും, പാലാപിതാവിനെതിരെ തെരുവിലിറങ്ങിയപ്പോഴും, മുനമ്പ ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും, കളമശ്ശേരി മാർത്തോമാ ഭവൻ്റെ ഭൂമി അതിക്രമിച്ച് കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നതും, സെൻറ്റ് ലിറ്റിൽ ഫ്ലവർ സ്കൂൾ മാനന്തവാടിയിലും സെൻറ്റ് റീത്ത സ്കൂൾ പള്ളുരുത്തിയിലും സംഭവിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കും. വരാനിരിക്കുന്ന വലിയ വിപത്തിൻ്റെ ചെറിയ സൂചനകളാണ് ഇതൊക്കെ. നാം കരുതിയിരിക്കണം. നമ്മളെ ആക്രമിക്കാൻ, നമ്മളെ ഒറ്റപ്പെടുത്താൻ അവരാൽ കഴിയുന്ന രീതിയിൽ ഇന്ന് പരിശ്രമിച്ചു തുടങ്ങുന്നുണ്ട്. നാളെ വോട്ട് ബാങ്ക് അനുസരിച്ച് അവർ നമ്മളെ പീഡിപ്പിക്കും, നമ്മളെ ഞെരുക്കും. പക്ഷേ നമ്മൾ ഇന്ന് ഉണർന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ നിലവിളികൾ മാത്രമേ കേൾക്കുകയുള്ളൂ.